ലോക സൗഹൃദങ്ങളെ, നിങ്ങൾക്കേവർക്കും പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. പച്ചപ്പാണിൻ്റെ സന്തോഷം ഇന്ന് ചർച്ച ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തര സ്ഥിതിയാണ്. നമ്മുടെ രാജ്യം ആഭ്യന്തരമായി അല്ലെങ്കിൽ മൊത്തത്തിൽ വല്ലാത്തൊരു കലുഷിതാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. എവിടെ നോക്കിയാലും ഏത് സംസ്ഥാനം എടുത്താലും അവിടങ്ങളിലെല്ലാം വർഗീയ വിദ്വേഷങ്ങളും വർഗീയ പ്രചരണങ്ങളുമാണ് നടക്കുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനമായി വന്നിട്ടുള്ളത് യു.പിയിലെ ഫിറോസാബാദിലാണ്. അവിടെ ഇപ്പോൾ മിക്ക ആരാധനാലയങ്ങളിലേക്കും തീർത്ഥാടനങ്ങൾ നടക്കുന്ന കാലഘട്ടമാണല്ലോ. അപ്പോൾ അവിടെ ഒരു കാവടി ഘോഷയാത്രയുടെ പേരിൽ ആ പ്രദേശങ്ങളിലുള്ള മുഴുവൻ കച്ചവട സ്ഥാപനങ്ങളിലും പോലീസ് ഒരു നിർദ്ദേശം കൊടുത്തതായി നമുക്കറിയാൻ കഴിഞ്ഞു. അതെന്താണെന്ന് വെച്ചാൽ, കച്ചവടം നടത്തുന്ന ആളുടെ പേരും മതവും ആ കച്ചവട സ്ഥാപനത്തിൻ്റെ മുൻപിൽ രേഖപ്പെടുത്തണമെന്നാണ് അവസാനമായി ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ. എന്താണ് ഇതിൻ്റെ പിന്നിൽ? ഇതിനു മുമ്പും ഇതുപോലെ അല്ലെങ്കിലും മറ്റു തരത്തിൽ നമ്മൾ പല വാർത്തകളും ഈ അടിക്കടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആസാമിലാണെങ്കിൽ തന്നെ മുസ്ലിം ജനസംഖ്യ കൂടുന്നു എന്നുള്ള ഒരു മന്ത്രിയുടെ പ്രചാരവും അതുമായി ബന്ധപ്പെട്ട വാർത്തകളും കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് ലോകവും അതുപോലെ തന്നെ വാർത്താ മീഡിയകളുമൊക്കെ ചർച്ച ചെയ്യുകയുണ്ടായി. അതിനുശേഷമാണ് ഇപ്പോൾ ഈ വാർത്തകൾ വന്നിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ പിന്നാമ്പുറത്ത് എന്താണ് നടക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ അധികാരത്തിൽ വന്ന നാൾ മുതൽ, പ്രത്യേകിച്ചും അതിനു മുന്നേ തന്നെ രഥഘോഷയാത്രയിലൂടെ ബാബറി മസ്ജിദ് എന്ന രാജ്യത്തിൻ്റെ സാംസ്കാരിക സ്ഥാപനം അല്ലെങ്കിൽ സാംസ്കാരിക അടയാളം തല്ലിത്തകർത്ത് അധികാരത്തിൽ വന്നതോടുകൂടി അക്കാലം മുതൽ തുടങ്ങിയതാണ് നമ്മുടെ രാജ്യത്ത് ഇത്തരം വർഗീയ വിദ്വേഷങ്ങളുടെ വല്ലാത്തൊരു ഇരച്ചുകയറ്റം. ഇപ്പോൾ വന്ന് ഏക രാജ്യം, ഏക സിവിൽ കോഡ് അല്ലെങ്കിൽ ഏക ഭരണാധികാരി, ഏക പൂജാരി എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടുപോകാൻ ഒരു വല്ലാത്ത വെമ്പൽ കൊണ്ട് നമ്മളെല്ലാം ഭീതിതമായിരുന്ന കാലഘട്ടത്തിലാണ് ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നതും അതിൽ BJPക്ക് ഒരു തിരിച്ചടി കിട്ടിയതും. തന്നെയുമല്ല, എവിടെയൊക്കെ രാമനെ അവരോധിച്ച് തിരഞ്ഞെടുപ്പ് നടത്തിയോ അവിടങ്ങളിലെല്ലാം BJP തോൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അത് കേന്ദ്ര ഭരണാധികാരികൾക്ക് ഏറ്റ ഒരു അടിയാണ്. അതൊരു വല്ലാത്ത ഷോക്കുമായിരുന്നു. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ തന്നെ ഇപ്പോഴും പല സംസ്ഥാനങ്ങളിലും പല തരത്തിലുള്ള വെല്ലുവിളികൾ ന്യൂനപക്ഷങ്ങൾ ഏൽക്കുകയാണ്. ഇപ്പോൾ അവസാനമായിട്ട് വന്നതാണ് യു.പി മുഖ്യമന്ത്രി വർഗീയവാദിയായിട്ടുള്ള യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള യു.പിയിൽ ഈ ഫിറോസാബാദിൽ ഇപ്പോൾ ഈ നിർദ്ദേശങ്ങൾ പോലീസ് നടത്തിയിട്ടുള്ളത്. അവിടങ്ങളിലെ കടകളിൽ ബഹുഭൂരിപക്ഷവും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അത്തരക്കാരുടെ കച്ചവട സ്ഥാപനങ്ങളിൽ ഒരു കാരണവശാലും ആരും ഈ തീർത്ഥാടന യാത്രയിലൂടെ പോകുന്ന ആരും അവിടെ നിന്ന് ഭക്ഷണങ്ങളോ മറ്റു സാധനങ്ങളോ വാങ്ങി കഴിക്കരുത്. അങ്ങനെ ആ വിഭാഗത്തെ തീർത്തും അവഗണിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മുൻനിർത്തി മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം പോലീസ് കൊടുത്തിട്ടുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. തന്നെയുമല്ല, ഇതുപോലെ തന്നെയാണ് മണിപ്പൂരിൽ ക്രിസ്ത്യൻ വിഭാഗം ഭയങ്കരമായി ആക്രമിക്കപ്പെടുകയും 100 കണക്കിന് ആളുകൾ മരിക്കുകയും ഒരുപാട് ആരാധനാലയങ്ങൾ തകർക്കുകയും ചെയ്തിട്ട് നമ്മുടെ പ്രധാനമന്ത്രി ഇത്രയും നാളായിട്ട് പോലും മണിപ്പൂരിൽ ഒരു സന്ദർശനം നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് എന്ത് വിരോധാഭാസമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. നമ്മൾ ഇതിൻ്റെ ഗൗരവം കാണുന്നില്ല. നമ്മുടെ കേരളത്തിലാണെങ്കിലും BJP ഒരു ലോകസഭാ സീറ്റ് നേടിയതിൻ്റെ ആഘോഷത്തിലുമാണ്. തന്നെയുമല്ല, ഇവിടങ്ങളിലും ആ തരത്തിലുള്ള ചെറിയ അനുകരണങ്ങളിലൊക്കെ നാം കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് രാജ്യം വല്ലാത്തൊരു അരക്ഷിതാവസ്ഥയിലേക്ക് തന്നെയാണ് പോകുന്നത് എന്നാണ്. തന്നെയുമല്ല, വർഗീയവാദികൾ BJP മാത്രമാണോ? അതല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാ മതത്തിലുമുണ്ട് വർഗീയവാദികൾ എല്ലാ വിഭാഗങ്ങളിലുമുണ്ട് എന്ന് നാം കാണുന്നു. തന്നെയുമല്ല, പൊതുശത്രുവിനെ നേരിടാൻ മറ്റ് ശത്രുക്കളെല്ലാം ഒന്നിച്ച് അത് വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറുമോ എന്ന് നാം ആശങ്കപ്പെടേണ്ടതുമുണ്ട്. ഓരോ പ്രഖ്യാപനങ്ങളും വാർത്തകളും പ്രചാരണങ്ങളും ഒക്കെ കാണുമ്പോൾ നാം അതിനെ വല്ലാത്തൊരു ഗൗരവത്തോടെ തന്നെ കാണണം. ഈ ഫിറോസാബാദിൽ യു.പിയിലെ ഒരു സംസ്ഥാനത്താണല്ലോ യു.പി എന്ന് പറയുന്ന സംസ്ഥാനത്ത് കഴിഞ്ഞ നാളിൽ നമ്മളൊരു വാർത്ത കേട്ടു. അവിടെ ഒരു സ്കൂളിൽ ഏക മുസ്ലിം വിദ്യാർത്ഥിയായ ഒരു കുട്ടിയെ
മറ്റ് മതസ്ഥരായ കുട്ടികളെ കൊണ്ട് തല്ലി ഒതുക്കാൻ ശ്രമിച്ച ഒരു അധ്യാപികയുടെ വാർത്ത നമ്മൾ കേൾക്കുകയുണ്ടായി. അന്ന് ഈ ലോകമാകെ ഈ വാർത്ത ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതും ഒരു അധ്യാപിക, ആ ക്ലാസ് ടീച്ചർ ഒരു സ്ത്രീയാണോ, അവർ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയാണോ എന്ന് പോലും ലോകം ചർച്ച ചെയ്തു. ഇങ്ങനെയുള്ള ഒരു സംസ്ഥാനമാണ് യു പി. തന്നെയുമല്ല, യു പി, ഗുജറാത്ത്, ആസാം, ഒറീസ, ബീഹാർ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് നമുക്ക് തോന്നും ഇത് നിസ്സാരമായി തള്ളിക്കളയേണ്ട കാര്യമാണോ എന്ന് നമുക്ക് തോന്നിപ്പോകാം. പക്ഷേ അങ്ങനെയല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് പുറമേ ചികിത്സിച്ചാൽ മാറുന്ന ഒന്നല്ല. ഇതിൻ്റെ അടിസ്ഥാന കാരണം വിദ്യാഭ്യാസം തന്നെയാണ്. വിദ്യാഭ്യാസം കൊടുക്കാത്ത സംസ്ഥാനങ്ങളിലാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉളവാക്കുന്നത്. കാരണം വിദ്യാഭ്യാസം കിട്ടിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ ഇത്രയും ആളുകൾ അത്തരത്തിലേക്ക് വർഗീയവാദികളായി മാറുകയോ അല്ലെങ്കിൽ ഈ തത്വവും പറഞ്ഞു വരുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിന് ഏറ്റവും ഉദാഹരണമാണല്ലോ നമ്മുടെ കേരളം. എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ ഇത്തരം വർഗീയവാദം ക്ലച്ച് പിടിക്കാത്തത്, അല്ലെങ്കിൽ ബലപ്പെടാത്തത്? കഴിഞ്ഞ കാലത്ത് നമ്മൾ കണ്ടു, ശബരിമലയെ മുൻനിർത്തി ഒരു ഭജനകളും വഴി നീരെ ഘോഷയാത്രകളും ഒക്കെ നടത്തി ഒരുപാട് കൂത്താട്ടം ഇവിടെ നടത്തി. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത് ക്ലച്ച് പിടിക്കാത്തത്? കേരളത്തിലെ ജനത ബഹുഭൂരിപക്ഷവും ഈ BJP-ക്കാർ ഉൾപ്പെടെ വിദ്യാഭ്യാസമുള്ളവരാണ്. ഒരു ഓളക്കമൊക്കെ നടത്തി നോക്കിയിട്ട് ക്ലച്ച് പിടിക്കുന്നില്ല എന്നുള്ള അവർക്ക് കാര്യം മനസ്സിലായി. അതുകൊണ്ട് ഇവിടെ കൂടുതൽ അഭ്യാസം എടുത്തിട്ട് കാര്യമില്ല എന്ന് അവർക്ക് മനസ്സിലായി. വിദ്യാഭ്യാസം തന്നെയാണ് ഇതിനൊക്കെ അടിസ്ഥാന കാരണം എന്നുള്ളതാണ് എൻ്റെ പക്ഷം. വിദ്യാഭ്യാസം കൊടുക്കാത്ത സംസ്ഥാനങ്ങൾ നമ്മുടെ ഇന്ത്യ അത്തരത്തിലേക്ക് വീണ്ടും വീണ്ടും മാറുകയാണ്. ഈ അടുത്ത ദിവസം ഒരു റിപ്പോർട്ട് വന്നു. അത് ലോക സമ്പദ് വ്യവസ്ഥയിൽ GDP നിരക്കിൽ ഇന്ത്യ 5ാം സ്ഥാനത്താണെന്നും അതുപോലെ GDP ആളോഹരിയിൽ ഇന്ത്യ 138ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്നുള്ള വാർത്തകളും നമ്മൾ കണ്ടു. എന്തുകൊണ്ടാണ്? ആഗോള കമ്പോളത്തിൽ എല്ലാം നമ്മൾ വിൽക്കാൻ വച്ചിരിക്കുന്നു ഇന്ത്യ. അപ്പോഴും GDP എങ്ങനെയും കണക്കുകൂട്ടി GDP ഉയർത്തി കാണിച്ചാൽ രാജ്യം വലുതാകുമോ? ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു രാജ്യത്തെ അടിസ്ഥാനപരമായ വിദ്യാഭ്യാസവും അവന് വേണ്ട ജീവിത നിലവാരവും ഉയർത്തി ഒരു മനുഷ്യൻ്റെ ജീവിത നിലവാരം ഉയരുമ്പോൾ മാത്രമാണ് ആ രാജ്യത്തിൻ്റെ ഉന്നതി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ BJP സർക്കാർ അധികാരത്തിലിരിക്കുന്ന കേന്ദ്ര ഭരണവും നരേന്ദ്രമോദിയും അമിത്ഷാ കൂട്ടുകെട്ടും എന്താണ് ഉദ്ദേശിക്കുന്നത്? ആഗോള കുത്തകകളുടെ മുമ്പിൽ അടിയറ വച്ച് രാജ്യവും അതുപോലെ രാജ്യത്തിൻ്റെ പൊതുമേഖലയും അടിയറ വച്ച് എല്ലാം വിറ്റുതുറച്ച് മാക്സിമം കണക്ക് കൂട്ടി അദാനിയെപ്പോലെയും അംബാനിയെപ്പോലെയും ഉള്ളവരെയൊക്കെ മുൻനിർത്തി അംബാനി കല്യാണത്തിൽ പങ്കെടുത്ത് രാജ്യം ഉന്നതിയിലാണ്. അങ്ങനെ അംബാനി കുടുംബം ഉന്നതിയിലായതുകൊണ്ട് നമ്മുടെ രാജ്യവും GDP-യിൽ ഉന്നതി സ്ഥാനത്തിലെത്തും. ആളോഹരി വരുമാനം അത് കണക്കുകൂട്ടി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 5 അയലക്കത്ത് പോലും എത്തുമോ? അതിൻ്റെ ഒരു കണക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇന്ത്യ 138ാം സ്ഥാനത്താണ് ആളോഹരി വരുമാനത്തിൽ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വർഗീയവാദം ഇങ്ങനെ പെരുകുന്നത്? വർഗീയവാദത്തെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുമോ? ഇതിനോട് നാം പ്രതികരിക്കേണ്ടതില്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതിനാൽ ഏത് വർഗീയവാദമാണെങ്കിലും അത് ഹിന്ദുവായാലും മുസ്ലിമായാലും ക്രിസ്ത്യാനിയായാലും ഏത് മതഭാഗത്തു നിന്നുള്ള വർഗീയവാദങ്ങളാണെങ്കിലും ഒന്നിനെയും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല. ഇതിനെയെല്ലാം നാം നഖശിഖാന്തം എതിർക്കേണ്ടതാണ് എന്ന് മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത്. എന്നാൽ നമ്മുടെ രാജ്യത്ത് ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളാണ് എന്നുള്ള ഒറ്റ കാരണത്താൽ അവർ ഹിന്ദുത്വ രാജ്യം കെട്ടിപ്പൊടുക്കാനുള്ള ശ്രമത്തിലേക്ക് രാജ്യം നീങ്ങുമ്പോൾ അതിന് വല്ലാത്തൊരു തിരിച്ചടി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ശക്തി അല്പം കുറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഇത് വീണ്ടും പുനർജനിച്ച് വരും. നമ്മൾ ചികിത്സ മുകളിൽ മാത്രമല്ല, ചികിത്സ അടിയിലാണ് വേണ്ടത്. ഇന്ത്യയുടെ യഥാർത്ഥ ചരിത്രം നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുക. അത് യഥാർത്ഥ ചരിത്രം, ഇന്ത്യയുടെ ചരിത്രം കുട്ടികൾ പഠിക്കണ്ട എന്നുള്ള കാരണത്താലാണല്ലോ NCERT പോലുള്ള സ്ഥാപനങ്ങളിൽ ഇന്ത്യയുടെ യഥാർത്ഥ ചരിത്രങ്ങളെ മാറ്റിമറിച്ച് പുതിയ കാഴ്ചപ്പാടിലുള്ള ഇന്ത്യയെക്കുറിച്ച് പഠിപ്പിക്കുന്നതും പഴയ ചരിത്രങ്ങളെ എല്ലാം തൂത്തെറിയപ്പെടുന്നതും. അതിനാൽ നമ്മൾ നമ്മുടെ മക്കളെ ഇന്ത്യയുടെ യഥാർത്ഥ ചരിത്രം പഠിപ്പിക്കുക. അത് മാത്രമാണ് ഈ വർഗീയവാദങ്ങളെ ഇല്ലാണ്ടാക്കാൻ ഉള്ള ഏക പോംവഴി. വിദ്യാഭ്യാസവും യഥാർത്ഥ ചരിത്രവും. അങ്ങനെ ഒരു ജനത വളർന്നു വന്നാൽ മാത്രമേ ഇതിനെ അവസാനിപ്പിക്കാൻ കഴിയൂ എന്നുള്ളതാണ് എൻ്റെ പക്ഷം. എന്നെ കേട്ട നിങ്ങൾക്കേവർക്കും പച്ചപ്പാടിൻ്റെ സന്തോഷത്തിൻ്റെ നന്ദി അറിയിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സഹകരിക്കുക എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. ഗുഡ് ബൈ.